ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമുക്ക് പോളിക്യാബിൻ്റെ അതുപോലെ തന്നെ ഓറം പ്രോപ്ടെക്കിൻ്റെ Q1 റിസൾട്ട് നോക്കാം. അതിനകത്ത് ഞാനിപ്പോൾ പോളിക്യാബിൻ്റെ റിസൾട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ ഓറം പ്രോപ്ടെക്കിൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റഡ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഓറം പ്രോപ്ടെക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഓറത്തിൻ്റെ ഫുൾ റിസൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻട്രി നമുക്ക് നാളെ തന്നെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ 57% റവന്യൂ ഗ്രോത്ത് അവർക്ക് വന്നിട്ടുണ്ട്. സോ നല്ല നമ്പേഴ്സാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏകദേശം അവർക്ക് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ പോലും ഓൾറെഡി നമ്മൾ ഈ കമ്പനിയെ പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. ഇവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ ലോസിലുണ്ടായിരുന്ന ഒരു കമ്പനി ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന വർഷങ്ങളിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടാണ് ഓറം പ്രോപ്ടെക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്ന കാണാൻ പറ്റും. എബിറ്റ മാർജിൻ നോക്കിയാലും അതേപോലെ തന്നെ PBT മാർജിൻ നോക്കിയാലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. എബിറ്റ മാർജിനിലൊക്കെ ഏകദേശം 1500 ബേസിസ് പോയിന്റിന് മുകളിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് നോക്കുമ്പോഴത്തേനും നല്ലൊരു ഡയറക്ഷനിൽ തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 2-3 ആഴ്ച മുമ്പ് ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നിരുന്നു. അവർ housing.com അക്വയർ ചെയ്യുക എന്നുള്ള കാര്യം അത് അവർ 100% അക്വയർ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം ഇവർ ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. അവരുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം സെറ്റാണ്. സോ അവിടേക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെയാണ് ഇവർക്ക് എത്തിക്കേണ്ടത്. ഇവർ കഴിഞ്ഞ മുമ്പിലത്തെ ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നോക്കിയാൽ പ്രോപ്പ് ടൈഗറിനെ അക്വയർ ചെയ്തിരുന്നു. പ്രോപ്പ് ടൈഗറിനെ അക്വയർ ചെയ്ത് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന്റെ ഇവരുടെ ഇതിലേക്കുള്ള ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഇൻഫ്ലോ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ housing.comന്റെ ഈ പറഞ്ഞ അക്വയർ. അത് 100% തന്നെ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് കമന്ററി കേൾക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നല്ല നമ്പേഴ്സ് തന്നെയാണ് ഓറം പ്രോപ്ടെക്കിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ വരുന്ന വർഷങ്ങളിൽ എന്തായാലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 100 കോടി 200 കോടിയിലേക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റീ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഓറം പ്രോപ്ടെക് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് സംസാരിക്കാനായിട്ട് പോകുന്നത് പോളിക്യാബിനെ പറ്റിയിട്ടാണ്. പോളിക്യാബിന്റെ റിസൾട്ടും ഈ ഒരു ക്വാർട്ടറിൽ നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോളിക്യാബ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്വാർട്ടറിലും നല്ല റിസൾട്ട് തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് 39% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് പോളിക്യാബ് എന്ന് പറയുന്നത്. കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ, അല്ല അവിടുത്തെ ഒരു ബിഗസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാം പോളിക്യാബ് എന്ന് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ അവർ 39% റവന്യൂ ഗ്രോത്തും അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ 32% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിലുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 39 റവന്യൂ ഗ്രോത്തും 32%, 32-33% പ്രോഫിറ്റിന്റെ ഗ്രോത്ത്. അപ്പോൾ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് കുറവാണ്. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മോശമായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ആ ഒരു രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റ് നോക്കിയാൽ അവരുടെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായിട്ട് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ മാനേജ്മെന്റ് അവരുടെ ആ സമയത്ത് റിസൾട്ട് നോക്കിയാൽ 30-40% റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരുന്നതിൽ പ്രോഫിറ്റിൽ 6% ഗ്രോത്തെ കമ്പനിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് അവർ ഇൻക്രീസ് ചെയ്തിരുന്ന കസ്റ്റമേഴ്സിലേക്ക് പാസ് ഡൗൺ ചെയ്തിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് കൂടുതലായിട്ട് മാർക്കറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു പ്രൈസ് ആ ഒരു ഹിറ്റ് അവർ തന്നെ എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ 6% പ്രോഫിറ്റ് ഗ്രോത്ത് കുറഞ്ഞത്. അവിടുന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത് 32% പ്രോഫിറ്റ് ഗ്രോത്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ വോളിയം ഗ്രോത്ത് നോക്കിയാൽ കഴിഞ്ഞ Q1 ലാസ്റ്റ് ഇയറിൽ നോക്കിയാൽ ഏകദേശം 25-26% വോളിയം ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവർ വിറ്റിരുന്ന അതിന്റെ ക്വാണ്ടിറ്റി 25-26% ഗ്രോ ചെയ്തിരുന്നത്. ആ ഒരു ഹൈ ബേസിന്റെ മുകളിൽ അവരിപ്പോൾ ഗ്രോ ചെയ്തിരിക്കുന്ന ഒരു 3-4% ഗ്രോത്ത് ആണ് വോളിയത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 39% മൊത്തത്തിൽ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിൽ 3-4% അവർക്ക് ഈ പറഞ്ഞ വോളിയം ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതുതന്നെ ബാക്കി ഗ്രോത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് പ്രൈസ് ഹൈക്കൊണ്ട് തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ മാനേജ്മെന്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് പയ്യെ ഈ രീതിയിൽ, അതായത് ഇവരുടെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് പയ്യെ ചെറിയ രീതിയിൽ ഓരോ ക്വാർട്ടറുകളിലായിട്ട് ഇവർ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഡൗൺ ചെയ്യുന്ന പറഞ്ഞു. അത് ആ ഒരു രീതിയിൽ തന്നെ ഇവർക്ക് പ്രൈസ് ഹൈക്ക് കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ആ പ്രൈസ് ഹൈക്ക് വന്നതിന് ശേഷം പോലും അവർക്ക് 39% ഗ്രോത്തും വരുത്താൻ പറ്റുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെ. കാരണം അവരുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും കുറയുന്നില്ല എന്നുള്ള കാര്യവും ഈ ഒരു റിസൾട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ അവരുടെ ഇപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ പോലും കേബിൾ ആൻഡ് വയറിലെ കാര്യമാണ് പറയുന്നത്. അവിടെ 39%, 43% ഡൊമസ്റ്റിക്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ കേബിൾ ആൻഡ് വയർ നോക്കിയാൽ 39% തന്നെയാണ് കേബിൾ ആൻഡ് വയറിലുള്ള ഗ്രോത്ത്. അത് 39 ആകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ വാറിന്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ ആ ഒരു ചെറിയ ഡീഗ്രോത്ത്, എനിക്ക് തോന്നുന്നു 18% മറ്റാണ് ഈ പറഞ്ഞ എക്സ്പോർട്ടിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ടോട്ടൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 39% നിൽക്കുന്നത്. ഓൾറെഡി അവർക്ക് എക്സ്പോർട്ടിന്റെ ഈ പറഞ്ഞ ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഒരു വാറിന്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറുകയും നോർമൽ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈ പറഞ്ഞ എക്സ്പോർട്ടിൽ നിന്ന് വരുവാടെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മാനേജ്മെന്റിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2030 ആവുന്ന സമയത്ത് ഏകദേശം 10%-ഓളം
റവന്യൂവിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ എക്സ്പോർട്ടിൽ നിന്ന് വരുമെന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് അത് എക്സ്പോർട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഈ പറഞ്ഞ മാർജിന് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ മാർജിൻസ് കാര്യങ്ങൾ നോക്കിയാൽ എബിറ്റ മാർജിൻ എനിക്ക് തോന്നുന്നത് 13.8 മറ്റാണ് ഈ ഒരു ക്വാർട്ടറിലെ എബിറ്റ മാർജിൻ ഉള്ളത്. അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേന് നമുക്കത് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളിത് നോക്കേണ്ടത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേബിൾ ആൻഡ് വയർ സെഗ്മെന്റ് നോക്കിയാൽ അവരുടെ ഏറ്റവും നല്ല ക്വാർട്ടർ എന്ന് പറയുന്നത് Q4 ആണ്. അപ്പോൾ ഏറ്റവും മോശം ക്വാർട്ടർ Q1. Q1 കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആണ് Q2, അതിനെ കഴിഞ്ഞ് ബെറ്റർ Q3, അതുപോലെ തന്നെ അതിനെ കഴിഞ്ഞ് ബെറ്റർ ആണ് Q4. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ Q1 ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ നോക്കുമ്പോഴും ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ മാർജിൻസ് നോക്കിയാൽ, എബിറ്റ മാർജിൻ നോക്കിയാൽ, അതുപോലെ തന്നെ പാറ്റ് മാർജിൻ നോക്കിയാലും അതെല്ലാം കഴിഞ്ഞ ക്വാർട്ടറിനെ കഴിഞ്ഞ് ബെറ്റർ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ റോ മെറ്റീരിയലിന്റെ പ്രൈസ് ആൾക്കാരിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യുന്നു. അവിടുന്ന് അവർ കൃത്യമായിട്ട് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ കാണാനായിട്ട് പറ്റും. എബിറ്റ മാർജിനിലും പാറ്റ് മാർജിനിലും എല്ലാം ആ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ അതെല്ലാം നല്ല നമ്പേഴ്സ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കിയാൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 3 ബിസിനസ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കേബിൾ ആൻഡ് വയർ സെഗ്മെന്റ്, രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ FMEG ഉണ്ട്. അതായത് നമ്മുടെ FMCG പോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിന് പകരം ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോണിക് ഗുഡ്സ് ആണ്. അതായത് ഇവരുടെ ഈ പറഞ്ഞ സോളാർ ലൈറ്റുകളോ അല്ലെങ്കിൽ സ്വിച്ചുകളോ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അവിടെ ഏകദേശം 71% ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. നോർമലി ഈ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതാണ്. അവിടെ 25% ഗ്രോത്ത് ആണ് കഴിഞ്ഞ ഫുൾ ഇയറിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത് അവിടെ 71% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q4 പോലും 39% ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സോളാർ പാനൽസിലും കാര്യങ്ങളിലൊക്കെ ഡിമാൻഡ് കൂടുതലായിട്ട് വരികയും അതിന്റെ സെയിൽസ് ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാർജിൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ടറിൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. മൊത്തത്തിൽ അത് ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ നിന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ PBT അല്ലെ എബിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം 8%. കഴിഞ്ഞ ക്വാർട്ടറിൽ 4%, അതിപ്പോൾ 8%. കഴിഞ്ഞ വർഷം നോക്കിയാൽ 2-3% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനേജ്മെന്റ് ഗൈഡൻസ് അതിൽ പറഞ്ഞിരിക്കുന്നത് 8-10% വരെ 2030 ആകുമ്പോൾ അച്ചീവ് ചെയ്യുമെന്നാണ്. സോ ആ ഒരു ലെവലിലേക്ക് അവർക്ക് ഈ ഒരു ക്വാർട്ടറിലേക്കുള്ള അവരുടെ നമ്പർ ആ ഒരു ലെവലിലേക്ക് തന്നെ എബിറ്റ് മാർജിൻ ആയി പറയുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് എബിറ്റ മാർജിൻ ആണ് 8-10%. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് തന്നെ ഇപ്പോൾ എബിറ്റ് മാർജിൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എബിറ്റ മാർജിൻ ഉടനെ തന്നെ നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 2030 മുമ്പ് തന്നെ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് അവരുടെ മൊത്തത്തിലുള്ള എല്ലാ സെക്ടറിലും നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ EPC സെഗ്മെന്റിലാണ് അധികം ഗ്രോത്ത് ഇല്ലാത്ത. അത് നോക്കിയാൽ 300 കോടിയുടെയൊക്കെയുള്ള അവരുടെ ടോട്ടൽ റവന്യൂയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏകദേശം 8000 കോടിയാണ് അവർ ഈ ഒരു ക്വാർട്ടറിലെ റവന്യൂ എന്ന് പറയുന്നത്. 8200 കോടിക്ക് മുകളിലാണ്. സോ അതിൽ 300 കോടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഈ പറഞ്ഞ EPC ബിസിനസ്സിൽ നിന്ന് വരുന്നുള്ളൂ. അതിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ ഗ്രോത്ത് വരും എന്നുള്ള കാര്യം തന്നെയാണ്. സോ മൊത്തത്തിൽ നോക്കിയാൽ നല്ല നമ്പേഴ്സ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ടറിലെ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോഴത്തേന് അവിടെ ഈ പറഞ്ഞ ബാക്കിയുള്ള കമ്പനികളെ കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട്. ഈ പറഞ്ഞ KA ഇൻഡസ്ട്രീസ് ഒക്കെ ഇവരെ കഴിഞ്ഞ് ചെറുതാണ്, എന്നാൽ പോലും അവരെ കഴിഞ്ഞും കൂടുതൽ ഗ്രോത്ത് ഈ പറഞ്ഞ പോളിക്യാബിൽ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുത്ത് ഗ്രോത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കഴിഞ്ഞ് മുകളിൽ ഗ്രോത്തിലൊക്കെ പെർഫോം ചെയ്യുന്ന ഇപ്പോൾ RR കേബിൾ ആണ്. സോ അവരുടെ റിസൾട്ട് നമ്പർ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് RR കേബിളിൻ്റെ അതേപോലെ തന്നെ KA ഇൻഡസ്ട്രീസിനെ ഈ പോളിക്യാബിനെയൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും ഇപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് പോളിക്യാബിൻ്റെ സൈഡിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം നല്ല നമ്പേഴ്സാണ്. അതേപോലെ തന്നെ മാനേജ്മെന്റ് കമ്പനി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. ആ പഴയ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് കാര്യങ്ങളാണ് പോളിക്യാബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ പറ്റിയാൽ ഞാൻ വേണമെങ്കിൽ HDFC ബാങ്കിൻ്റെ, ICICI അതേപോലെ തന്നെ ആക്സിസ്, കോട്ടക് ബാങ്ക്, ഈ ഒരു 4 മേജർ ബാങ്കുകളുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ വീഡിയോ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.